അനുഭവങ്ങളെന്ന് പറഞ്ഞാല് ബ്രഹ്മപുത്ര ആണ് നമ്മൾ ആദ്യം ക്രോസ് ചെയ്യുന്ന ഏറ്റവും വലിയ നദി. അത് ആദ്യത്തെ തവണ ഞങ്ങൾ കൈലാസയാത്ര ചെയ്യുന്ന സമയത്ത് ചങ്ങാടങ്ങളിൽ കെട്ടിയിട്ടാണ് ഞങ്ങളുടെ വാഹനങ്ങളും ഞങ്ങൾ ബ്രഹ്മപുത്രയുടെ കര കടന്നാൽ സാഗ എന്ന് പറഞ്ഞ സ്ഥലത്ത് അവിടെ എത്തണമെങ്കിൽ ഈ ചങ്ങാടം ആയിരുന്നു അന്ന് ഉപയോഗിച്ചിരുന്നത്. അത് കഴിഞ്ഞ് പിന്നെ നമ്മൾ 14 മാസം കഴിഞ്ഞ് രണ്ടാമത്തെ യാത്രയ്ക്ക് പോയ സമയത്ത് അത് അവിടെ പാലം കെട്ടിയിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ വെറും 3 മിനിറ്റ് കൊണ്ടാണ് ഞങ്ങള് ആ ബ്രഹ്മപുത്ര കടന്നത്. അപ്പൊ ഈ ചൈനീസ് ഗവൺമെന്റിന്റെ വിസയോടും അത് ചൈനയിലാണ് ഈ കൈലാസം ഇപ്പോ ഉള്ളത്. തിബത്ത് ചൈനയുടെ അണ്ടറിൽ വന്ന ശേഷം ചൈനീസ് വിസയോട് കൂടിയാണ് നമ്മൾ പോകുന്നത്. അപ്പോ ഈ കൈലാസ യാത്രികരുടെ തിരക്ക് വർദ്ധിച്ചപ്പോ ചൈനീസ് ഗവൺമെന്റ് ശരിക്കും അതിലെ ഒരു ടൂറിസ്റ്റ് ഇതിന്റെ ഉദ്ദേശിച്ചിട്ടാണ് തോന്നുന്നു യാത്രയ്ക്ക് വേണ്ട സൗകര്യങ്ങളും റോഡുകളും ഒക്കെ ഡെവലപ്പ് ചെയ്ത് വരുന്നുണ്ട്. അതിന്റെ ഒരു ഭാഗമായിട്ടാണ് ഈ ബ്രഹ്മപുത്ര നദിക്ക് കുറുകെ പാലം കെട്ടി വെറും 3 മിനിറ്റ് കൊണ്ട് 6-7 മണിക്കൂറുകൾ എടുത്തിരുന്ന യാത്ര ചുരുങ്ങി കിട്ടുന്നുണ്ട്. പിന്നെ അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ മറികടക്കുന്ന ഒരു വലിയ നദിയാണ് സരയൂ നദി. ഫോർച്യൂൺ റിവർ എന്നാണ്, ദൈവത്തിന്റെ നദി എന്നാണ് തിബത്തുകാർ അതിനെ കുറിച്ച് പറയുന്നത്. അത് കഴിഞ്ഞ് വീണ്ടും മുന്നോട്ട് പോകുമ്പോഴാണ് നമ്മൾ ഇൻഡസ് നമ്മൾ സിന്ധു നദി കാണുന്നത്. സിന്ധു നദി അത് എന്ന് പറഞ്ഞാൽ നമ്മൾ ഇവിടെ കാണുന്ന സിന്ധു ഒന്നല്ല, അവിടെ ഇങ്ങനെ ഐസുപാളികളായിട്ട് ഇങ്ങനെ ഒഴുകി വരികയാണ്. അതിന്റെ സൈഡിൽ കൂടെ അത് ചിലപ്പോൾ ചില സ്ഥലത്ത് ക്രോസ് ചെയ്തിട്ടാണ് ഞങ്ങൾ പോകുന്നത്. അത് കഴിഞ്ഞ് വീണ്ടും നമ്മൾ തിരിച്ച് ലാസ്റ്റ് ക്യാമ്പിൽ എത്തുമ്പോൾ അവിടെ അടുത്ത് സരയൂ നദിയാണ്. അത് എടുത്തു പറയേണ്ട ഒരു കാര്യം, നമ്മൾ ഈ ബാക്കിയുള്ള എല്ലാ സ്ഥലങ്ങളും നടന്നു കയറുമ്പോൾ നമുക്കൊരു പുൽക്കൊടി പോലും കാണുന്നില്ല. വെറും ഹിമം മൂടിയ കൊടുമുടികളും പാറക്കൂട്ടങ്ങളും ആയിട്ട് പോയി കഴിഞ്ഞ് ഈ സുത്തുൽപ്പുക്ക് എന്ന് പറഞ്ഞിട്ടുള്ള ഈ അവസാന ക്യാമ്പിൽ എത്തുമ്പോഴാണ് നമ്മൾ സരയൂ നദിയുടെ അടുത്തെത്തുന്നത്. അവിടെ ശരിക്കും നമ്മൾ പലതും ഈ കാളിദാസ കൃതികളിലൊക്കെ വായിച്ച രാത്രി പിന്നെ പ്രകാശം പരത്തുന്ന പൂക്കളും ചെടികളും ഒക്കെ പ്രത്യക്ഷത്തിൽ നമുക്ക് ദർശനമാകാം. ഒരു കോളർ ലൈനിൽ വെയിറ്റ് ചെയ്യുന്നുണ്ട്, ആരാന്ന് നോക്കാം. ഹലോ, സ്വാഗതം. വിശേഷം? ഹലോ ഹലോ ആലപ്പുഴ വിനിയാഭായിയാ വിളിക്കുന്നേ. സംസാരിച്ചോളൂ. ഹലോ പറയൂ. ഞാൻ ആലപ്പുഴന്നേ വിനിയാഭായിയാ. ഞാനൊരു ടീച്ചറായിരുന്നു, അപ്പൊ പെൻഷനാണ്. ഞങ്ങള് യാത്ര സ്നേഹികളാണ്, കുടുംബം മുഴുവൻ. ഞാൻ ഹസ്ബൻഡ് പിള്ളേരൊക്കെ. ഞങ്ങൾക്ക് അവധിയൊക്കെ കിട്ടുമ്പോ പോകാറുണ്ട്. ഈ വടക്ക് ഒക്കെ ഇങ്ങനെ ഓരോ അമ്പലത്തിലൊക്കെ പോയി ഞങ്ങൾ വലിയ താല്പര്യമുള്ളവരാ. പിന്നെ കൈലാസത്തിൽ അവിടെ ഇവിടെയൊക്കെ പോണമെന്നൊക്കെ മനസ്സിൽ ഭയങ്കര ആഗ്രഹമാണ്. പക്ഷെ അങ്ങനെ പോയ ആളെ കണ്ട് ഞാൻ നമിച്ചിട്ടുണ്ട്. അപ്പൊ മാഡത്തിനെയും കണ്ടപ്പോ എനിക്ക് ഭയങ്കര തോന്നുന്നു, വളരെ സന്തോഷം. കണ്ടതുപോലെ എന്തോ വളരെ സന്തോഷം, ഭയങ്കര സന്തോഷം. നമ്മളെ നാട്ടിൽ നിന്ന് ഇങ്ങനെ ഒരാള് പറയുന്നത് കേൾക്കുമ്പോ എനിക്ക് അതിലേറെ സന്തോഷം തോന്നുന്നു. ഭയങ്കര സന്തോഷമൊന്നല്ല, ശിവനെ നേരിട്ട് അങ്ങനെയൊന്നും പറയാൻ അല്ല, എനിക്ക് മാഡത്തെ കണ്ടപ്പോഴ് അത്ര ഇതായിട്ട് തോന്നുന്നു. മാഡത്തൊന്നും ഇപ്പൊ നമ്മൾ സായിബാബയെ കണ്ടവരെയും ഞാൻ ഇതുപോലെ നമിച്ചിട്ടുണ്ട്. ഭഗവാനെ കാണുന്നവരെന്ന് പറഞ്ഞാൽ അവരിൽ ഭഗവാനുണ്ടെന്ന് അർത്ഥം. യോഗ ഉള്ളവർക്കും ഏതായാലും നിങ്ങൾക്ക് കൈലാസയാത്ര സാധ്യമാകട്ടെ എന്ന് ഞാനും ജഗദീശ്വരനോട് പ്രാർത്ഥിക്കാം. എനിക്കിനിയിപ്പോ എനിക്ക് സുഖമില്ലായിരിക്കും, നാടിന് പോകാനൊക്കെ എന്തോ ഒക്കെ ഇരിക്കുക. അതാ ഞാൻ പറഞ്ഞു, ഞാനും കൂടി നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. എന്റെ ഹസ്ബൻഡിനാണെങ്കിലേ കണ്ണിന് ഇതുണ്ട്, കാഴ്ചക്കുറവുണ്ട്. അപ്പൊ ഞങ്ങളൊക്കെ പോവുക എന്ന് പറഞ്ഞാല് രണ്ടാം മക്കളും ഞങ്ങളൊക്കെ ആയിട്ടിരിക്കുക. ഏതായാലും ഈ മാഡം എഴുതിയ കുറച്ച് പുസ്തകങ്ങളുണ്ട്. കൈലാസ പരിക്രമണം, കാശി ചതുർധാമ ഹിമാലയ യാത്ര, പിന്നെ അമരപഥത്തിൽ. ഇത് 3 ഇത്തരം യാത്രകളെ കുറിച്ചുള്ളതാണ്. പൂർണ്ണ പബ്ലിക്കേഷൻസിന്റെ ആണ്. വാങ്ങി വായിച്ചാൽ ഒരനുഭവം ഉണ്ടാവും, വായനാനുഭവം ഉണ്ടാവും. മാഡത്തിന് നന്ദി. വളരെ സന്തോഷം, വളരെ സന്തോഷം. അപ്പോ നദി ഞാൻ പറഞ്ഞില്ലേ, നമ്മൾ പുരാണത്തിലും ഇങ്ങനെ വായിക്കുന്ന പ്രത്യക്ഷത്തിന് നമുക്ക് ദർശന യോഗ്യമാകുന്നുണ്ട്. ഈ സരയൂ നദി തീരത്ത് വളരെ ഭംഗിയായിട്ടുള്ള ആ സരയൂ നദിയുടെ തീരത്ത് പോലുള്ള യാത്രയും അവസാന ലാപ്പാണത്. കൈലാസത്തിന്റെ പ്രദക്ഷിണം ചെയ്യുന്നതിന്റെ അവസാന ഘട്ടത്തിലാണ് നമ്മളിങ്ങനെ ആ എല്ലാ കഷ്ടങ്ങളും മറന്ന് നമുക്കൊരു ആത്മനിർവൃതി, വല്ലാത്തൊരു അനുഭവമാണ് ആ സരയൂവിന്റെ തീരത്തുള്ള കൂടാരത്തിൽ എത്തുമ്പോൾ. കൂടാരത്തിൽ 2 പേർക്ക് കിടക്കുന്ന കൊച്ചു കൂടാരത്തിലാണ് തമ്പടിച്ചിട്ടാണ് ഞങ്ങൾ താമസിക്കുന്നത്. അവിടെ എത്തുമ്പോ അത് ഞാൻ പറഞ്ഞത് അങ്ങനെ പ്രധാനപ്പെട്ട ഈ നദികളെല്ലാം നമ്മൾ തരണം ചെയ്യുന്നുണ്ട് കൈലാസയാത്രയിൽ. അത് വലിയൊരു അനുഭവമായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. ഇനി എടുത്ത് ഓർമ്മിക്കത്തക്ക മറ്റൊരു യാത്ര, അത് അമർനാഥ് യാത്ര. അത് വളരെ
ഈ കൈലാസയാത്രയുടെ മുന്നേ പോയതുകൊണ്ട് ഒന്നാമതൊരു ഈ തീവ്രവാദികളുടെ ആക്രമണം കാരണം പലപ്പോഴും നിർത്തിവെക്കുന്ന ഒരു യാത്രയാണത്. അപ്പൊ വീട്ടിലെ എല്ലാവർക്കും ഒരു ഭയം ഉണ്ടായിരുന്നു, ആ യാത്രയ്ക്ക് പോകണോ, എന്തെങ്കിലും സംഭവിക്കുമെന്നൊക്കെ എല്ലാവരും പലപ്പോഴും ചോദിച്ചിട്ടുണ്ട്. എന്തായാലും പോകാമെന്നുള്ള തീരുമാനത്തിൽ ഞങ്ങളെ ട്രാവൽസിന്റെ കൂടെ തന്നെ പോയത്. അത് 36 കിലോമീറ്റർ ട്രക്കിംഗ് ഉള്ള പഴയ ശരിയായ ആചാരപ്രകാരമുള്ള റൂട്ട് കൂടെയാണ് ഞങ്ങൾ ഈ അമർനാഥിലേക്ക് പോകുന്നത്. അമർനാഥ് എന്ന് പറയുമ്പോൾ ശ്രാവണ മാസത്തിലെ പൗർണമി തൊട്ടിട്ട് പിന്നെ അടുത്ത മാസം അമാവാസി വരെ ഈ അമർനാഥ് ഗുഹയില് 6 അടി പൊക്കത്തിൽ കാണുന്ന ഹിമലിംഗ ദർശനമാണ്. അപ്പൊ ഈ ഗുഹയിൽ പോയിട്ടുള്ള ഈ ഹിമലിംഗ ദർശനമാണ് ഈ അമർനാഥ് യാത്ര കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പൊ അവിടെ എത്തണമെന്നുണ്ടെങ്കിലാണ് ഇപ്പൊ ഈ പറഞ്ഞ 36 കിലോമീറ്റർ യാത്ര ചെയ്യേണ്ടത്. അവിടുത്തെ ഇതിന്റെ പുറകിലുള്ള ഐതിഹ്യം എന്താണെന്ന് വെച്ചാല്, പരമശിവൻ അമരനായിരിക്കുന്നതിന്റെ കാരണം, മരണമില്ലാത്തതിന്റെ കാരണം എന്താണ്, അതിന്റെ മന്ത്രം എന്താണെന്ന് പാർവതി ദേവിക്ക് ഉപദേശിക്കണം. അപ്പോ ജീവജാലങ്ങളോ ആരും കേൾക്കാൻ വളരെ രഹസ്യമായിട്ട് ഉപദേശിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു സ്ഥലം കണ്ടെത്തിയതാണ് ഈ അമർനാഥ്. അപ്പൊ അവിടേക്ക് പോകുമ്പോൾ ആദ്യം ശിവന്റെ വാഹനമായിട്ടുള്ള നന്ദിയെ ഉപേക്ഷിക്കുകയാണ്. അതാണ് പഹൽഗാം. പഹൽ എന്ന് പറഞ്ഞാൽ കാളാന്നൊരർത്ഥം വരുന്നുണ്ട്. അത് പിന്നെ ചന്ദ്രൻ ഉപേക്ഷിക്കുന്ന ചന്ദ്രൻവാടി, പിന്നെ ശേഷനാഗിന് ഉപേക്ഷിക്കുന്ന ശേഷനാഗ്, പിന്നെ ഗണപതി ഉപേക്ഷിക്കുന്ന ഗണേശ് പർവ്വതം, അതും കഴിഞ്ഞ് വീണ്ടും പഞ്ചതരണി ഗംഗ ഉപേക്ഷിക്കുന്നത്. പിന്നെ അവിടുന്ന് വീണ്ടും നമ്മൾ ഒരു 2.5 കിലോമീറ്റർ ചെല്ലുമ്പോഴാണ് ഈ ഗുഹ. ഏറ്റവും സ്വച്ഛമായ അന്തരീക്ഷമായിട്ട് അവിടെ ചെല്ലുമ്പോൾ നമുക്ക് വളരെ സ്വച്ഛതയാണ് അനുഭവപ്പെടുന്നത്. രണ്ടാമത്തെ ദിവസത്തെ ട്രക്കിംഗ് ഇത്തിരി വിഷമമുള്ളതാണ്. ഈ